ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഈ വട്ടം നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് ഒരു വൈൻ റെസിപ്പിയാണ്. പൊമഗ്രാനേറ്റ് വെച്ചിട്ടുള്ള വൈനാണ്. പൊമഗ്രാനേറ്റ് ആൻഡ് റേസിൻ വൈൻ. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, നമുക്ക് ഈ ഒരു സമയത്ത് വൈൻ ഇട്ട് വെക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായിട്ടുള്ള വൈൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊമഗ്രാനേറ്റ് തന്നെയാണ്. ഇതൊരു 1.25 കിലോ പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അല്ലിയെല്ലാം വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണിൻ്റെ പുറകുവശം കൊണ്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ സ്മാഷർ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം ചിലപ്പോൾ പൊട്ടറ്റോ സ്മാഷർ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ സീഡൊക്കെ ഒന്ന് ബ്രേക്കായിട്ട് വൈനിന് ചെറിയൊരു കയ്പിൻ്റെ ഒരു രുചി വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് അതിൽ നിന്ന് ജ്യൂസൊക്കെ ഒന്ന് വേർപെട്ട് വരും. ചെറുതായിട്ട് ജ്യൂസൊക്കെ വേർപെട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ജ്യൂസെല്ലാം ചെറുതായിട്ട് നമുക്കതിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു 2 ടീസ്പൂൺ ബ്ലാക്ക് റൈസിൻസ് ആണ്. ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്തതാണ്. ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു 5 ഏലയ്ക്ക, 2 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു 7-8 പീസ് ഗ്രാമ്പു. ഇനി വേണ്ടുന്നത് 1 കിലോ ഷുഗറാണ്. ഞാൻ പക്ഷേ ഇവിടെ ഒരു 3/4 കിലോ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ളത് നാരങ്ങ നീരാണ്, 1 നാരങ്ങയുടേത്. ഇത് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതൊരു 7 ഗ്രാം എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ ഒരു 3.5-4 ഗ്രാമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെയറിലേക്കോ ഒരു ഗ്ലാസ് ജാർ അതിലേക്കോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊമഗ്രാനേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കളറുള്ള പൊമഗ്രാനേറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും വലിയ കളറില്ലാത്ത ഒരു റോസ് കളറിൽ നിൽക്കുന്ന പൊമഗ്രാനേറ്റ് ആണെങ്കിൽ ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ നാരങ്ങയുടെ നീരാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഒരു 2 പീസാണ് എടുത്തിരിക്കുന്നത്. പട്ടയുടെ 2 പീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഏലയ്ക്ക, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു, ഒരു 7-8 പീസ് ഗ്രാമ്പുവാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ വൈനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്ക് ഈസ്റ്റ്, ഇത് ഞാനൊരു 7 ഗ്രാമിൻ്റെ ഈസ്റ്റാണ്. ഞാൻ പക്ഷേ ഇവിടെ അതൊരു 4 ഗ്രാമേ എടുക്കുന്നുള്ളൂ. ഇനി ചേർക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ്. നിങ്ങളുടെ കൈവശം ഗോതമ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഒരു സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ബ്ലാക്ക് റൈസിൻസ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഷുഗറാണ്. ഞാനിവിടെ 1 കിലോ ഷുഗർ കരുതി വെച്ചെങ്കിലും 3/4 കിലോ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. കാരണം പൊമഗ്രാനേറ്റ് വളരെ രുചിയുള്ള, വളരെ മധുരമുള്ളതായിരുന്നു. അതുകൊണ്ടിട്ട് 3/4 കിലോവേ ഞാൻ ഇതിലേക്ക് ചേർത്തുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു 6 കപ്പ് നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഷുഗർ കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തരത്തിൽ ഈ ഒരു 3/4 കിലോയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഡ്രൈ വൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അധികം മധുരമില്ലാത്ത ഡ്രൈ വൈൻ. ഇനി നമുക്ക് ഒരു തടി സ്പൂൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തടി സ്പൂൺ കൊണ്ടിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല. ഇനി ഒരു തടി സ്പൂൺ കൊണ്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗറെല്ലാം നന്നായിട്ട് അലിയണം. ഇനി നമുക്ക് ഇതൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. നമ്മളിപ്പോൾ ഭരണിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുകളിലൊരു വെള്ള തുണി വെച്ചിട്ട് വേണം ഭരണിയുടെ അടപ്പ് വെച്ചിട്ട് അടച്ച് കെട്ടി വയ്ക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ലിഡ് വെച്ചിട്ടാണ് അടച്ച് വയ്ക്കുന്നത്.
ഇനി നമുക്ക് ഇതൊരു കബേർഡിലോ അല്ലെങ്കിൽ അധികം വെളിച്ചമൊന്നും കൊള്ളാത്ത ഒരു ഭാഗത്തായിട്ട് ഇത് സൂക്ഷിച്ച് വെക്കണം. ഇനി നമുക്കിത് പിറ്റേന്ന് വേണം ഇതൊന്നെടുത്ത് ഒരു തടി സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഇളക്കാനായിട്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടിട്ട് ഞാൻ വീണ്ടും ഒരു തടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ ചെറുതായിട്ട് ആ ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് അതായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് അതൊന്ന് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 14 ദിവസമാണ് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയാണ് നമ്മൾ ഇളക്കുന്നതെങ്കിൽ പിറ്റേന്നും രാത്രി തന്നെ ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ കേസ് മറന്നു പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഓർമ്മ വരുന്നു ആ ഒരു സമയത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. വീണ്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ട് വീണ്ടും വലിയ വെളിച്ചമൊന്നും വരാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇത് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കണം. ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെ നമ്മൾ ഇളക്കിയതിന് ശേഷമുള്ളതാണ്. ഇതിപ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാ ദിവസവും ഇത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ആ മാതള നാരങ്ങയുടെ ആ ഒരു നിറമൊക്കെ വൈനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലാ ദിവസവും മിക്സ് ചെയ്തിരുന്നതാണെങ്കിലും അരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെയുള്ള അരിപ്പ അതല്ലെങ്കിൽ വെള്ളത്തുണിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നമ്മൾ യാതൊരു കളറോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു വൈനാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ വൈൻ മേക്കിങ്ങിൽ, അല്ലാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കിൽ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളിത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണം സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇതിരിക്കും തോറും ഈ വൈൻ വീണ്ടും ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരും. ഇപ്പോൾ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളും ഈ ഒരു ക്രിസ്മസിന് വീട്ടിൽ തന്നെ വൈനൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ഞങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കൂ. Many thanks for watching. Please like, share and subscribe.